നമ്മുടെ ദളിത് സഹോദരങ്ങളെ നേരത്തെ ഏറ്റവും ഉന്നതമായ ദർശനങ്ങൾ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇന്ന് അവർക്ക് എല്ലാ അവകാശങ്ങളും ഉള്ളപ്പോൾ പഠിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ അവർ പറയുന്നു, ഞങ്ങൾ തന്നെ ഇത് പഠിക്കില്ല എന്ന്. അതായത് 2 സാഹചര്യങ്ങളിലും അവർ നിർഭാഗ്യവശാൽ വഞ്ചിതരായിപ്പോയി. നേരത്തെ അവരെ പഠിക്കാൻ അനുവദിച്ചില്ല. ഇന്ന് പഠിക്കാൻ കഴിയുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ പഠിക്കില്ല എന്ന്. പഠിക്കുന്നതിൽ എന്താണ് ഇത്ര ദോഷമുള്ളത്? വിശ്വസിക്കേണ്ട. പക്ഷേ ഒന്ന് വായിച്ചു നോക്കൂ. ബാബാ സാഹേബിന്റെ കാര്യത്തിൽ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഭാരതം എങ്ങനെയുള്ളതായിരുന്നു എന്നും ഭാരതത്തിലെ ഹിന്ദുക്കൾ സ്വന്തം സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്നും നോക്കൂ. ആ പെരുമാറ്റം കണ്ടുകഴിഞ്ഞാൽ ഒരു ഉന്നതനായ പണ്ഡിതന്റെയും സാമൂഹിക പരിഷ്കർത്താവിന്റെയും രോഷം നിങ്ങൾക്ക് മനസ്സിലാകും. മരിക്കുന്നതിന് 3 മാസം മുമ്പ് വരെ അദ്ദേഹം ശ്രമിച്ചത് ഈ മതം നന്നാകട്ടെ എന്നാണ്. പക്ഷേ ആളുകൾ മാറാൻ തയ്യാറായില്ല. തന്റെ അന്ത്യം അടുത്തുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വരൂ, എന്റെ ദളിത് അനുയായികളായ നിങ്ങളെയെല്ലാം ഞാൻ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ചു പോയാൽ ഈ വർണ്ണവ്യവസ്ഥ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വർണ്ണവ്യവസ്ഥയെ പാടെ ഉപേക്ഷിക്കൂ എന്ന്